ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ഇഡിയുടെ സർപ്രൈസ് എൻട്രി. 3 സംസ്ഥാനങ്ങളിലെ 21 കേന്ദ്രങ്ങളിൽ റെയ്ഡ്. പ്രതികളുടെ വീടുകളിലും പരിശോധന. SIT സംഘം സന്നിധാനത്ത് വീഴ്ചകൾ വന്നിട്ടുണ്ടെങ്കിൽ അത് സിസ്റ്റത്തിന്റെ ഫെയിലിയർ എന്ന് കെ ജയകുമാർ. പ്രതിഷേധം കടുപ്പിച്ച് BJP. Amounts due to Kerala from the Government of India under central schemes pending up to September 2025, including arrears from previous financial years, stand at rupees 5,650.45 crores. നിയമസഭയിലെ നയപ്രഖ്യാപനത്തിൽ മാറ്റം വരുത്തി ഗവർണർ. 3 ഖണ്ഡികകൾ ഒഴിവാക്കി. വായിക്കാതെ വിട്ട ഭാഗം സഭയിൽ വായിച്ച മുഖ്യമന്ത്രി. പ്രസംഗത്തിൽ ബഹുമാനപ്പെട്ട ഗവർണർ ഒഴിവാക്കിയവ ഉൾപ്പെടുത്തിയും കൂട്ടിച്ചേർക്കലുകൾ ഒഴിവാക്കിയും മന്ത്രിസഭ അംഗീകരിച്ച നയപ്രഖ്യാപന പ്രസംഗം അച്ചടിച്ച് വിതരണം ചെയ്തിട്ടുണ്ട്. ഇത് ആധികാരികമായ നയപ്രഖ്യാപന പ്രസംഗമായി അംഗീകരിക്കണമെന്ന് അങ്ങയോട് അഭ്യർത്ഥിക്കുന്നു. തമിഴ്നാട് നിയമസഭയിൽ നാടകീയ രംഗങ്ങൾ. നയപ്രഖ്യാപന പ്രസംഗം വായിക്കാതെ ഗവർണർ ഇറങ്ങിപ്പോയി. BJP ഗവൺമെന്റിനോട് പ്രത്യേകമായ വൈരാഗ്യമൊന്നുമില്ല, എതിർപ്പില്ല. മോദിജിയോ അല്ലെങ്കിൽ മറ്റ് ചന്ദ്രശേഖരോ ഒക്കെ ഏതെല്ലാം തരത്തിൽ ക്രൈസ്തവരുമായി ബന്ധപ്പെടാൻ ആഗ്രഹിക്കുന്നു, നമ്മൾക്കത് സ്വാഗതമാണ്. അതേ സമയത്ത് ആ മോദി ഗവൺമെന്റിന്റെ മറവിൽ ഹിന്ദു തീവ്രവാദികളായിരിക്കുന്നവർ കൊടുക്കുന്ന ആക്രമണങ്ങളെയാണ് നമ്മൾ എതിർക്കുന്നത്. ന്യൂസ് 18 എക്സ്ക്ലൂസീവ്. BJPയുടെ ക്രൈസ്തവ നയതന്ത്രത്തോട് പ്രതികരിച്ച ഓർത്തഡോക്സ് സഭ. ക്രൈസ്തവ സ്ഥാപനങ്ങൾക്കെതിരായ ആക്രമണങ്ങൾ തടഞ്ഞാൽ സഹകരിക്കാമെന്ന് ഓർത്തഡോക്സ് സഭാധ്യക്ഷൻ ബസേലിയോസ് മാർത്തോമ മാത്യൂസ് തൃതീയൻ കാതോലിക്ക ബാവ. തെരഞ്ഞെടുപ്പിൽ സമദൂര നിലപാടെന്നും ഓർത്തഡോക്സ് സഭാധ്യക്ഷൻ. അപമാനഭാരത്താൽ യുവാവ് ജീവനൊടുക്കിയ സംഭവത്തിൽ പ്രതിയായ യുവതി ഒളിവിൽ. ഷിംജിതയുടെ മൊബൈൽ കണ്ടെത്താൻ അന്വേഷണ സംഘം. ദീപക് പാവമായിരുന്നെന്ന മാതാപിതാക്കൾ. മകൻ ഭയന്നുപോയെന്നും അച്ഛൻ. BJPയിൽ തലമുറ മാറ്റം. രൂപീകരണത്തിന്റെ 45-ാം വർഷം പാർട്ടിയെ നയിക്കാൻ 45-കാരൻ. അധ്യക്ഷനായി നിതിൻ നബീൻ ചുമതലയേറ്റു. ചടങ്ങിൽ പങ്കെടുത്ത നരേന്ദ്രമോദി അടക്കമുള്ള നേതാക്കൾ. DGPയുടെ ചേംബറിലെ അശ്ലീല രംഗങ്ങൾ വൈറൽ. കർണാടക DGP രാമചന്ദ്ര റാവുവിന് സസ്പെൻഷൻ. നടപടി വിരമിക്കാൻ 4 മാസം ബാക്കി നിൽക്കെ വ്യാജ വീഡിയോ എന്ന് ആവർത്തിച്ച് രാമചന്ദ്ര റാവു. മൈതാനത്തോട് ഗുഡ് ബൈ പറഞ്ഞ് സൈന നെഹ്വാൾ. വിരമിക്കൽ പ്രഖ്യാപിച്ച് ബാഡ്മിന്റൺ ഇതിഹാസം. റാക്കറ്റ് താഴെ വെക്കുന്നത് ശാരീരിക ബുദ്ധിമുട്ടുകൾ കാരണം. വിട പറയുന്നത് ഇന്ത്യയിലെ പെൺകുട്ടികൾക്ക് പ്രചോദനമായ താരം.